ഇവനാണ് നെയ്മർ, ഇവന്റെ പേരാണ് കേട്ടോ. ഇപ്പൊ ഇവൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് കാണാം. ഞങ്ങളിപ്പോ പൊറോട്ട കൊടുത്തു, ആ പൊറോട്ട അവൻ വാങ്ങി. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. കണ്ടോ, അവനത് വായിലൊക്കെ ഒതുക്കി മര്യാദയിലാണ് പോണേട്ടാ. വായിലൊക്കെ ഒതുക്കി എവിടെ വീഴാതെ ഒരു തുണ്ട് പോലും നിലത്ത് കളയുന്നില്ല. കണ്ടാ, നോക്കിക്കോ, ഒതുക്കി പിടിച്ചു. ഇനി പതിയെ എവിടെയൊക്കെ വീഴുന്നുണ്ടോ നമുക്ക് നോക്കിയിട്ടുണ്ട്. അവിടെ വീണിട്ടില്ല. ഞാനും തിരിഞ്ഞ് നമ്മള് പിന്നീട് വരുന്നുണ്ടോ, നമ്മള് വാങ്ങിയെടുക്കുന്നുള്ള പേടിച്ചിട്ടാണ് പോവാണ്. ഇനി ഇവൻ എന്താ ചെയ്യാ? ചിലപ്പോ ഇത് അവന്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യായിരിക്കും, അല്ലെങ്കിൽ അവൻ ഒറ്റക്ക് കഴിക്കും. എന്താ ചെയ്യാൻ നമുക്ക് നോക്കാം. ഇപ്പൊ അവൻ ചെയ്യുന്നത് എന്താ നമുക്ക് പിന്നാലെ പോയി നോക്കാം. ഓടുന്നുണ്ട്, ഭയങ്കര ഇൻട്രസ്റ്റോടെ കേട്ടോ ഓടുന്നത്. ഇപ്പൊ എവിടെയാണ് ഇത് എന്താ ചെയ്യേണ്ടതെന്നുള്ള പതിയെ ആലോചിച്ചാണ് പോകുന്നത്. സ്ഥലം കിട്ടി. ഇവിടെ വേണ്ട, അവൻ അവിടെ ഇഷ്ടമായിട്ടില്ല കേട്ടാ. ഇവിടെ ഓക്കെ, ഇത് ഓക്കെയാണ്, പുല്ലാണല്ലോ, മണ്ണാവില്ല. പതിയെ അവൻ കൈ കൊണ്ടൊക്കെ കുഴിച്ച് ഉള്ളിലോട്ടാ കൊണ്ടുപോകണുണ്ട്. ആരും കാണരുതെന്നുള്ള ഇതിലാണ് കൊണ്ടുപോകണത്. നോക്കിക്കോ, ഭയങ്കര റിസ്ക് എടുക്കുന്നുണ്ട്. അവനത് കൈ കൊണ്ടിട്ട് മതി. ഇനി നോക്കിക്കോ എന്താ ചെയ്യുന്നുള്ളത്. പുറത്ത് കാണുന്നുണ്ട് പൊറോട്ട. പുറത്ത് കാണാതിരിക്കാൻ, ആരും ഇത് കാണാൻ പാടില്ല. ആരും കാണാതിരിക്കാൻ ഇവൻ എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കണം. അവന്റെ മുഖം കൊണ്ട് തന്നെയാണ് അവനത് മൂടുന്നത്. ഭയങ്കര റിസ്ക് എടുത്തിട്ടാട്ടാ ചെയ്യുന്നത്. ഉള്ളു കുത്തോ അല്ല കമ്പ് കുത്തോ ഒന്നും അവനത് നോക്കുന്നില്ല. സ്വന്തമായിട്ട് വായി കൊണ്ട് തന്നെ മൂടിയിടാണ്. പാവം, പിന്നീട് കഴിക്കാനാവും. ചിലപ്പോൾ അവനൊന്ന് ഒരുമിച്ചിരുന്ന് ഫ്രണ്ട്സുകളൊക്കെ വിളിച്ചു കൂട്ടി ഒരുമിച്ചിരുന്ന് കഴിക്കും. അല്ലെങ്കിൽ അവൻ ഒറ്റയ്ക്ക് വന്ന് അവന് വിശക്കുമ്പോ വന്നിട്ട് എടുത്ത് കഴിക്കും. പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്, പൊറോട്ട കിട്ടുമ്പോൾ മാത്രമേ ഇവനത് ചെയ്യാറുള്ളൂ. ബാക്കി എന്ത് പലഹാരം കൊടുത്താലും അപ്പൊക്കെ അവൻ ഒരു മിനിറ്റ് ഒന്നും വേണ്ട, അപ്പൊക്കെ അവൻ സെക്കൻഡ് കൊണ്ട് അവനത് അകത്താക്കും. പക്ഷെ പൊറോട്ട കിട്ടിയാൽ മാത്രം ഇവ ഇങ്ങനെ ചെയ്യും. ഇപ്പൊ മൂടിയിട്ടു. ഇനി ഇതിന്റെ ക്ഷീണം കാണാം, വെള്ളം കാണുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ എന്താ ചെയ്യാൻ നോക്കാം. ഇതിന്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റണല്ലോ. മൂടിയിട്ട് ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് അവൻ മൂടിയിട്ടത്. ഇനി ഇതിന്റെ ക്ഷീണം മാറ്റാനായിട്ട് ഇവൻ എന്താ ചെയ്യാനെന്ന് നോക്കാം. പതിയെ പോവാണ് കേട്ടാ. ഇനി കനാലിലേക്ക് നോക്കുന്നുണ്ട്. എന്താണ് അവിടെ ചെയ്യാൻ പോണത്? ആരെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. കനാലോട്ട് ചാടല്ലേ? അല്ലല്ല, അവനവന്റെ ക്ഷീണം മാറ്റാനായിട്ട് വെള്ളം കുടിക്കുകയാണ്. ഭയങ്കര റിസ്ക് എടുത്തിട്ട് ഈ പാവം ഇപ്പം ഭയങ്കര ദാഹം. വെള്ളം കുടിച്ചു. കഴിച്ചിട്ടില്ല, പണിയെടുത്ത ഇതിന്റെ ക്ഷീണം മാറ്റിയാണ് വെള്ളം കുടിച്ചിട്ട്. ഇപ്പൊ കഴിക്കുന്നില്ല തോന്നുന്നുണ്ട്.